നമ്മൾ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റു ചിലപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുവാൻ ഏത് ടെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അത് നമ്മൾ പാസ്റ്റ് ടെൻസ് നമ്മൾ പറയും, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, അതെങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. ഇത് നമുക്ക് മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരമാവുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുവാനായിട്ടും കൂടെ മറക്കരുത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഞാനൊരു ഫോർമുല നിങ്ങൾക്ക് തരാം. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് എങ്ങനെ തെറ്റുകൂടാതെ എങ്ങനെ നമുക്ക് എഴുതുവാനും പറയുവാനും സാധിക്കും, അതിനുവേണ്ടിയുള്ള ഒരു ഫോർമുല നിങ്ങൾക്ക് തരാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ടൈം, ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. V2 ഫോം V1, V2, V3. അപ്പൊ V2 ഫോം എന്ന് പറയുന്നത് അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് പ്ലേ എന്ന് പറയുന്നത് V1 ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ED ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേഡ് എന്നാകും, അത് V2 ഫോം ആണ്. അതുപോലെ തന്നെ സ്ലീപ്, അത് V1 ആണെങ്കിൽ സ്ലെപ്റ്റ് V2 ഫോം ആണ്. ഗോ V1 ആണെങ്കിൽ വെന്റ് V2 ഫോം ആണ്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ V2 ഫോം ആണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ ടൈം ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. അപ്പൊ ഇത് എപ്പോഴും ഓർത്തുകൊള്ളുക. സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ടൈം അതിനകത്ത് വ്യക്തമായിട്ട് ഉണ്ടാകണം. ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. അപ്പൊ ഹി എന്ന് പറയുന്നത് അതിനകത്ത് സബ്ജക്റ്റ് ആണ്. പ്ലേഡ് എന്ന് പറയുന്നത് V2 ഫോം വന്നതിൻ്റെ, അല്ലെ? പ്ലേഡ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആയി. യെസ്റ്റർഡേ അതൊരു ടൈമായി. സോ ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ, അത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഒരു സെന്റൻസ് ആണ്. അത് ഇതിനെ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എങ്ങനെ മാറ്റാം? ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ. ഹി ഡിഡ് നോട്ട് പ്ലേ ഫുട്ബോൾ യെസ്റ്റർഡേ, അത് അതിന്റെ നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് മാറി. ഇനി നമുക്ക് ഇതിന്റെ ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യനിലായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും? ആദ്യമേ തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ ക്വസ്റ്റ്യൻ ആക്കുവാനായിട്ട് നമ്മൾ ഡിഡ് എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിച്ച് അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി സബ്ജക്റ്റ് എടുക്കുക. അതോടുകൂടെ തന്നെ V1 ഫോം എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഞാനത് ഇതേ എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഹി പ്ലേഡ് ഫുട്ബോൾ. ഡിഡ് ഹി പ്ലേ ഫുട്ബോൾ, അതാണ് എന്റെ ക്വസ്റ്റ്യൻ ഫോം. ഡിഡ് ഹി പ്ലേ ഫുട്ബോൾ. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സെന്റൻസ് കൂടെ നമുക്ക് ഉപയോഗിക്കാം. ഹി വെന്റ് ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. വെന്റ് എന്നുള്ളത് V1ന്റെ ഗോ എന്നതിന്റെ V2 ഫോം ആണ്. വെന്റ് നമുക്കറിയാം. ഹി വെന്റ് ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. അതിന്റെ നെഗറ്റീവ് ഫോം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, പറയാൻ പറ്റും? ഹി ഡിഡ് നോട്ട് ഗോ ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. ഇതിന്റെ ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡിഡ് ഹി ഗോ ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. ഡിഡ് ഹി ഗോ ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രകാരത്തിൽ നമുക്ക് അതിന് ഉത്തരം പറയാം. ഹി വെന്റ് ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. ഹി ഡിഡ് ഗോ ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. ഇങ്ങനെ നമുക്ക് പറയാം. ഹി ഡിഡ് ഗോ ടു ഹൈദരാബാദ് ഈസ് ഈക്വൽ ടു ഹി വെന്റ് ടു ഹൈദരാബാദ്. സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. അതെങ്ങനെ പറയാം? നമുക്ക് വേറൊരു വെർബ് ഉപയോഗിച്ചാൽ പ്ലേ നമുക്ക് എടുക്കാം. ഹി പ്ലേഡ് ഫുട്ബോൾ, അത് നമുക്ക് എങ്ങനെ പറയാം? ഹി ഡിഡ് പ്ലേ ഫുട്ബോൾ. അങ്ങനെയും നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ഇതിനകത്ത് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു ടൈം ഉണ്ട്. നമ്മൾ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ പറഞ്ഞു ഹി പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഇന്നലെ അവൻ ഫുട്ബോൾ കളിച്ചു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യെസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഹി വെന്റ് ടു ഹൈദരാബാദ് ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് എന്ന് പറയുന്നതിലും ഒരു ടൈം ഫാക്ടർ ഉണ്ട്. അപ്പോൾ എപ്പോഴും സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഒരു ടൈം ഫാക്ടർ അതിനകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുക. ഓക്കെ, ഇതാണ് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഈ ക്ലാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പല സെന്റൻസുകൾ ഇതുപോലെ ഇതേ ഫോർമുല വെച്ചിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തെറ്റുകൂടാതെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ
എന്റെ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന, അത് ബ്യൂട്ടിഫുൾ സെന്റൻസുകളാക്കാൻ പറ്റുന്ന ചില മെത്തേഡ് ഇന്നത്തെ ക്ലാസ്സിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമുക്ക് യൂഷ്വലി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വെരി പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് നമുക്ക് പറയാം വെരി ബിഗ് നമ്മൾ പലപ്പോഴും പറയും, വെരി സ്മോൾ നമ്മൾ പലപ്പോഴും പറയും. ഈ വെരി ഉപയോഗിക്കാതെ അതിന് പകരം ഒരു സിംഗിൾ വേർഡ് നമുക്ക് ഉപയോഗിക്കാൻ പലപ്പോഴും സാധിക്കും. അത് ഒരു ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഫോർ എക്സാമ്പിൾ, വെരി ബിഗ്, അതിന് പകരം നമുക്ക് ഹ്യൂജ് എന്ന് ഉപയോഗിക്കാൻ പറ്റും. വെരി സ്മോൾ, ടൈനി എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെരി ടയേർഡ്, എക്സോസ്റ്റഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വെരി ഡേർട്ടി, ഫിൽത്തി എന്ന് നമുക്ക് പറയാൻ പറ്റും. വെരി കോൾഡ്, ഫ്രീസിങ് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ വെരി സ്മാർട്ട്, ബ്രില്യൻറ്റ്. അപ്പോൾ ഈ വാക്കുകൾ നമുക്ക് വെരി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഒരു സിംഗിൾ വേർഡ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ ഇംഗ്ലീഷിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നു. വേറെ പല വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുക. അത് യൂസ് ചെയ്യുവാനായിട്ട്, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുവാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അടുത്ത ടെൻസിന്റെ ഒരു ക്ലാസ്സുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.